ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അവസാന ഭാഗമായിട്ട് കണ്ട് നമ്മുടെ ആദർശിനോട് കനകദുർഗ പറയുകയാണ്, അല്ലെങ്കിൽ ആദർശിനോട് നമ്മുടെ അനി പറയുകയാണ്, വേറെ ഒന്നും അല്ല പറയുന്നത്, എന്റെ ചേച്ചി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, എന്റെ മകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവിടുത്തെ മരുമകളായിട്ട് ദേവയാനി അംഗീകരിക്കണം എന്ന് തന്നെയാണ്. ദേവയാനി എന്നാണോ നയനമോളെ സ്നേഹിച്ചു തുടങ്ങുന്നത്, അതാണ് അവൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ആദർശനും ഭയങ്കര വിഷമമായി പോയിട്ടോ. കാരണം അതുമാത്രമാണ് ഇതുവരെ നടക്കാത്തതും, അത് നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് പോലും നമ്മുടെ ആദർശന് അറിയില്ല. ഏതായാലും ആദർശ് ഇതേപടി നേരെ പോകുന്നത് അനന്തപുരി തറവാട്ടിലേക്കാണ്. അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അപ്പൊ അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അനന്തമൂർത്തി മുത്തശ്ശനെയും വസുന്ധര മുത്തശ്ശിനെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു തിരക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിനെയൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മൂർത്തിയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഫുള്ള് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നയനയാണ് ആ കരള് കൊടുക്കുന്ന വ്യക്തി എന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും കരള് കൊടുക്കുന്ന ആളുടെ ഓപ്പറേഷനൊക്കെ സക്സസ് ആയിട്ട് നടന്നു എന്നൊക്കെ ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വസുന്ധരയും മൂർത്തി മുത്തശ്ശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂർത്തി പറയുകയാണ്, ആ ഒരു കർത്തവ്യം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും എത്ര നല്ല മനസ്സുള്ള ആളാണ്. അങ്ങനെ ദേവയാനിക്ക് കരള് കൊടുക്കണമെങ്കിൽ എത്ര മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. എന്തോ 10-24 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക് എന്നൊക്കെയാ പറഞ്ഞത്. ഏതായാലും ആ പെൺകുട്ടീനെ ഒന്ന് നേരിട്ട് കണ്ട് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ആദർശ് മോൻ പറഞ്ഞത് അവൾ അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെ പെൺകുട്ടിയാണെന്നും അതുകൊണ്ട് ഫിനാൻഷ്യലി ഒന്നും ചെയ്യണ്ട എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും വസുന്ധര അത് നമ്മൾ മറക്കാൻ പാടില്ല. ഫിനാൻഷ്യലി അല്ലെങ്കിലും എന്തെങ്കിലും ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. കാരണം ദേവയാനിയുടെ ജീവിതവും ജീവനും ഒക്കെ തിരിച്ചു കിട്ടിയത് ആ ഒരു കരള് കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ കരള് പകുത്തു കൊടുക്കാൻ തയ്യാറായ നമ്മുടെ ബന്ധു പോലും അല്ലാത്ത ആ ഒരു വ്യക്തിയെ നമുക്ക് കാണണ്ടേ. അതുമാത്രമല്ല നമ്മൾ എന്നും കടപ്പെട്ടിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ആദർശ് കയറി വരുന്നത്. അങ്ങനെ ആദർശ് കയറി വന്നതും ആദർശിനോട് ചോദിച്ചു, ഹോസ്പിറ്റലിൽ എങ്ങനെയുണ്ട്? ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോനെ വിളിച്ച് ശല്യം ചെയ്യാത്ത വേറൊന്നും അല്ല, അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്നൊന്നും നമ്മുടെ ആദർശ് ഞെട്ടിപ്പോയിട്ടോ. ഇനിയിപ്പം നമ്മുടെ നയനെയാണ് കരള് കൊടുത്തോന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, കരള് കൊടുത്ത ആ ഒരു ഒരു സ്ത്രീയാണെന്നും 10-25 വയസ്സേ ഉള്ളെന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആദർശിന് ആശ്വാസമായി. അപ്പം ആദർശം പറഞ്ഞു, അതെ 10-25 വയസ്സേ ഉള്ളൂ, നമ്മുടെ നയനയുടെ പ്രായമേ ഉള്ളൂ. ഏതായാലും ആ പെൺകുട്ടി അങ്ങനെ മനസ്സ് കാണിച്ചത് കൊണ്ട് എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടു. ആ പെൺകുട്ടിയോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കണം എന്ന് തന്നെയാണ് ആദർശ് പറയുന്നത്. പക്ഷെ നയനയാണെന്ന് പറയുന്നില്ല. അപ്പൊ വസുന്ധര പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വല്ലതും അറിയുമായിരുന്നെങ്കിൽ നമുക്കൊന്ന് കാണായിരുന്നു. അല്ല ഹോസ്പിറ്റലിൽ വന്ന് ആ കുട്ടീനെ കാണാൻ പറ്റുമോ? ഇനിയിപ്പം ദേവയാനിക്ക് കൊടുക്കുന്ന അത്രയും റെസ്റ്റ് തന്നെ ആ കുട്ടിക്കും കൊടുക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും. പിന്നെ ഫിനാൻഷ്യലി തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കുമാണ് മൂർത്തി ചോദിച്ചതല്ല, നയനമോൾ എന്തെടുക്കുന്നു അവിടെ? നയനമോൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാറില്ലല്ലോ, അവള് ഹോസ്പിറ്റലിൽ നിന്നും മടുത്ത് കാണില്ലേ എന്ന് പറയുമ്പോൾ അവള് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. പക്ഷെ അവള് 2-3 ദിവസത്തേനെന്നല്ല, ചിലപ്പോൾ 1 മാസത്തേന് അവളുടെ വീട്ടിൽ പോയി നിൽക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം അവൾക്ക് വല്ലാണ്ട് അങ്ങ് ക്ഷീണമൊക്കെ ആയി, ബ്ലഡ് ഒക്കെ കൊടുത്തതല്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരില്ലേ. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വസുന്ധരയും പറഞ്ഞു, അതേതായാലും നന്നായി മോനെ. കാരണം ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിശ്രമം കാണത്തില്ല. ഇനി ദേവയാനി ഇങ്ങനെ കരള് മാറ്റിയൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ ദേവയാനിയുടെ പുറകെ നടന്ന് ഓരോ ജോലിയൊക്കെ ചെയ്യും. ആ കുട്ടിക്ക് ഒട്ടും വിശ്രമം കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, മോനെടുത്ത തീരുമാനം തന്നെയാണ് നല്ലത്. അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ, കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, മോനും കൂടെ അവിടെ പോയി നിന്നോന്ന് പറഞ്ഞപ്പോ, അമ്മ ഈ ഒരു അവസ്ഥയെ കിടക്കുമ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുന്നത് ശരിയല്ലല്ലോ മുത്തച്ഛ, ഞാൻ ഇവിടെ നിന്നോളാം. പിന്നെ ഇടയ്ക്ക് ഞാൻ നയനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇനി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ പോയി നിന്നാ മതിയല്ലോ, അല്ലാതെ വേണ്ട, അത് ചിലപ്പോ അമ്മയ്ക്ക് ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദേവയാനി എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പം, എന്ത് പറയാനാ, അമ്മയ്ക്ക് ഇപ്പോഴും നയനയെ കാണാൻ ആഗ്രഹമില്ല. നയനയുടെ അത്രയും പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആ ഒരു കരള് കൊടുക്കാൻ തയ്യാറായത് എന്ന് പറഞ്ഞിട്ട് പോലും അമ്മയ്ക്ക് നയനയായിട്ട് ഉപമിക്കരുത് എന്ന് അമ്മ പറയുക ചെയ്തത്.
അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയോട് ഇനി എന്തും പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് പറയുകയാണ്. അപ്പൊ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജ ഇത് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. ഓഹോ, അപ്പൊ അവള് അനന്തപുരി തറവാട്ടിൽ നിന്ന് അവൾ ഒരു മാസത്തേന് ഈ ബാധ്യത ഇവിടുന്ന് പോയി കിട്ടൂലോ, ഒഴിയബാധ ഇവിടുന്ന് പോയി കിട്ടൂലോ. അങ്ങനെ ഇവളും കൂടി ഇവിടുന്ന് പോകുമായിരുന്നെങ്കിൽ, നവ്യയും കൂടി ഇവിടുന്ന് പോകുമായിരുന്നെങ്കിൽ എനിക്കും എന്റെ മകനോ കുറച്ച് സ്വസ്ഥതയും സമാധാനം കിട്ടിയാനെ. ആ ഒരു സമയം കൊണ്ട് എന്റെ അഭിമോനം വല്ല പെണ്ണിനെ ആലോചിച്ച് വിവാഹം ചെയ്ത് കൊടുക്കായിരുന്നു. ഇവളതിന് ഇവിടുന്ന് പോകത്തില്ലല്ലോ, ഇവളിവിടെ അട്ടിപ്പേറ് കിടക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയുന്നുണ്ട്. അങ്ങനെ ജലജ ചെന്ന് അഭിയോട് പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങള്. ഏതായാലും ബ്ലഡ് കൊടുത്തത് അപ്പൊ അവിടെ അറിയുന്നുണ്ട് കേട്ടോ, ജലജ അറിയുന്നുണ്ട് ബ്ലഡ് കൊടുത്തത് ആരാണെന്നുള്ളൊരു സത്യം. ബ്ലഡ് കൊടുത്തത് മാത്രമാണ് അറിയുന്നത്. അങ്ങനെ ബ്ലഡ് കൊടുത്തത് നയനയാണെന്ന് അറിയുന്ന വല്ലാത്ത ഷോക്കോട് കൂടിയാണ് ജലജ ആ ഒരു സത്യം തിരിച്ചറിയുന്നത്. ഏതായാലും ജലജ ഇത് അഭിയോട് പറയുകയും, അഭിയാണെങ്കിൽ നയന പോയില്ലെങ്കിൽ കുഴപ്പമില്ല, നവ്യായിരുന്നു ഇവിടുന്ന് പോകേണ്ടത്, അവൾ ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു. എത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കുമായിരുന്നെങ്കിൽ ഇനി ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അച്ഛൻ എന്നൊരു ലേബലും കൂടെ ആകും. പിന്നെ പെണ്ണുങ്ങളെ കിട്ടാനുള്ള ഡിമാൻഡ് കുറയുമല്ലെന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം നീ തന്നെയല്ലേ വരുത്തി വെച്ചത്, നീ തന്നെ അനുഭവിക്കുക എന്നിങ്ങനെ ജലജ തള്ളി പറയുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും വേണുവും അനാമികയാണ്. അപ്പൊ അനാമികയാണെങ്കിൽ അനന്തപുരി തറവാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അപ്പൊ വേണു പറയുന്നുണ്ട്, മോളെ നീ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ മോള് എന്താ ചെയ്യേണ്ടത്? മോള് അനന്തപുരി തറവാട്ടിലേക്ക് പോകുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്വർണമോ പണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അടിച്ചു മാറ്റാൻ കഴിയില്ല. ഇപ്പോഴും ആ പലിശക്കാരന് പൈസ കൊടുക്കാൻ കിടപ്പുണ്ട്, നിനക്കറിയാലോ. ഇനിയിപ്പം ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് മോൾ അവിടെ ചെല്ലണം, എല്ലാവരെയും വശത്താക്കണം. എങ്ങനെയെങ്കിലും വശത്താക്കി അനിയെ വശത്താക്കിയിട്ട് നീ അനിയുടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. അങ്ങനെ അനിയുടെ കുഞ്ഞിനെ പ്രസവിച്ചാൽ മാത്രമേ നിനക്ക് അനന്തപുരി തറവാട്ടിൽ ഒരു സ്ഥാനം കാണത്തുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഈ നവ്യ പ്രസവിച്ചു കഴിഞ്ഞാലും മോള് പ്രസവിച്ചു കഴിഞ്ഞാലും മോൾക്കാണ് അവിടെ മുൻതൂക്കം കൂടുതലുള്ളത്. അതിനു മുമ്പ് നയനെ എങ്ങാനും പ്രസവിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. ഈ ജലജ അവിടുത്തെ ആളല്ലെന്നും അവിടുത്തെ മോളല്ലെന്നൊക്കെ ഏകദേശം എല്ലാവരും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സ്ഥാനം മാത്രമേ അഭി എന്ന് പറയുന്ന അവന് കൊടുക്കത്തുള്ളൂ. അത് മാത്രമല്ല അവനെ ആർക്കും ഇഷ്ടമല്ല താനും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു കുഞ്ഞുണ്ടാകുവാണെങ്കിൽ, നിന്നിൽ ഒരു ആണെങ്കിൽ അത് തന്നെ ഏറ്റവും നല്ലത്. അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മോൾ എന്ത് ചെയ്യണം? അനി എങ്ങനെയെങ്കിലും മയക്കി വശത്താക്കണം എന്ന് പറയുമ്പം പിന്നെ അവനെ മയക്കി വശത്താക്കാൻ ഇപ്പൊ പറ്റും. അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളാ, മറ്റവള് ആ മൊട്ടച്ചീനെ അവന്റെ മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ കുറച്ച് പാടുപെടുന്നു പറയുമ്പം അതെ, ഒരു പെണ്ണിന്റെ കഴിവ് പോലെ ഇരിക്കും. മോള് തഞ്ചത്തിൽ നിന്ന് അനിയെ വശത്താക്കി കഴിഞ്ഞാൽ ഈസിയാ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പതിയെ അനന്തപുരി തറവാടും ജുവലറിയും എല്ലാ സ്ഥാപനങ്ങളും പതിയെ നമുക്ക് എഴുതി മേടിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് മോൾ ആലോചിക്കാൻ പറയാ. ഏതായാലും നമ്മുടെ അനാമികയ്ക്ക് ഒത്തിരി റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. വേറൊന്നുമല്ല, അനാമികയ്ക്ക് ആരുടെയും മുമ്പിൽ താഴുന്നൊരു സ്വഭാവം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അനാമിക തർക്കുത്തരം പറഞ്ഞു മാറിപ്പോകുമ്പം രേവതി പറയുന്നുണ്ട്, നിങ്ങൾ വളർത്തിയതല്ലേ, നിങ്ങളല്ലേ എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു വളർത്തിയത്, അതിൻ്റെതായ കുറച്ച് പക്വത കുറവ് അവക്ക് ഉണ്ട്. ഇനി ഏതായാലും പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കാന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനിയെ കാണിക്കുകയാണ്. അപ്പം ദേവയാനിനെ കാണാനായിട്ട് നമ്മുടെ കനകദുർഗയും അതുപോലെ തന്നെ നന്ദുവും കൂടി അകത്ത് കയറി ചെല്ലുകയാണ്. അങ്ങനെ അകത്ത് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും കേൾക്കാൻ പാടില്ലാത്ത കുറെ വാചകങ്ങൾ തന്നെയാണ് ദേവയാനി വീണ്ടും പറയുന്നത്. ദേവയാനി പറയുന്നത്, നിങ്ങളോട് ആരാ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞത്? എന്നോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ നിങ്ങൾ എന്താ യാത്ര പറഞ്ഞിട്ട് പോകാമെന്നാണ് കേട്ടോ. നിങ്ങളെ ഞാൻ ആ സ്ഥാനത്താണ് കാണുന്നത്. പിന്നെ ഇവളെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. അനിയുടെ മനസ്സ് പിടിച്ചടക്കാനാണെങ്കിൽ ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അനിക്കെന്നും അനാമിക തന്നെ ആയിരിക്കും. അനാമികയെ ആ വീട്ടിൽ നിന്നും ആരും പറഞ്ഞു വിടില്ല. അനാമികയുടെ സ്ഥാനം എന്നും എന്റെ മരുമകളെ എന്നുള്ള സ്ഥാനമായിരിക്കും. ആ സ്ഥാനം ഒരിക്കലും വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല. വേറെ ആര് തട്ടിയെടുക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കനകദുർഗയോടും നന്ദുവിനോടും. അപ്പൊ നന്ദു പറയുന്നുണ്ട്, എനിക്ക് അവിടെ ഒരു സ്ഥാനവും ആവശ്യമില്ല. പിന്നെ എന്റെ ചേച്ചിക്ക് കിട്ടേണ്ട സ്ഥാനവും എന്റെ ചേച്ചിമാർക്ക് കിട്ടേണ്ട സ്ഥാനം അത് അവിടെ കിട്ടിയിരിക്കും. അതിപ്പോ ആരൊക്കെ മസിൽ പിടിച്ചാലും അത് അവിടെ കിട്ടിയിരിക്കും. ഇനി ഈ അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്ന് പറയുമ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നിനക്ക് കളരിപ്പേറ്റ് അറിയാം, നിനക്ക് കുറെ കുംഭു അറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ എന്റെ അടുത്തൊന്നും കൂടുതൽ കളിക്കരുത്. പിന്നെ ഈ അവസ്ഥയിൽ ഞാൻ കിടക്കാൻ കാരണം നിന്റെ ചേച്ചിയാ. ആ ഒരു വൈരാഗ്യം എന്നും എന്റെ മനസ്സിൽ കാണും. ഞാൻ മരിച്ചാൽ മാത്രമേ നിന്റെ ചേച്ചിയോടുള്ള വെറുപ്പ്, ചിലപ്പോൾ മരിച്ചാലും അത് തീരില്ല, അത് പകയായിട്ട് ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് വായി തോന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്.
അഹങ്കാരം പിടിച്ച നമ്മുടെ ദേവയാനിയുടെ കൊമ്പൊടിക്കുവാനുള്ള ഒന്നാന്തരം നല്ല ഐഡിയ തന്നെയാണ് ഈ കരൾ ദാനം നൽകുക എന്നത്. അപ്പം അതൊക്കെ പതുക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ മൂർത്തിമുത്തച്ഛൻ തന്നെ ഇതൊക്കെ പിടിച്ച് കയ്യിൽ കൊടുക്കും. നമ്മുടെ ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നയനയെ സ്നേഹിക്കുന്ന മരുമകളെ സ്നേഹിക്കുന്ന ഒരു അമ്മായിയമ്മയായിട്ട് തന്നെ മാറും. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് എപ്പിസോഡ് നമ്മൾ ഇടുന്നുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക്. റിയൽ സ്റ്റോറി എന്ന ചാനലിലാണ് നമ്മളത് ഇടുന്നത്. എല്ലാ ദിവസവും 12:30 ആകുമ്പോൾ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. നിങ്ങളൊന്ന് അടിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി റിയൽ സ്റ്റോറിയെ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.